Hi, I'm back with the Splash of Pink tutorial. ഇന്ന് ഞാൻ വിളിക്കുന്ന പേരാണ് Splash of Pink. ലാസ്റ്റ് വീക്ക് ഓൾറെഡി ഇതിന്റെ മാർക്കിംഗ് ആൻഡ് കട്ടിങ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം ചെയ്യുമ്പോൾ എനിക്ക് ഡൗട്ട് ആയിരുന്നു ആരെങ്കിലും കാണുമോ, ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ വലിയ വീഡിയോ ആയിട്ട് അത് ഇടാത്തത്. എന്നിട്ട് കുറച്ച് പേര് അതിന്റെ ഫുൾ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. സോ ദിസ് ഇസ് എ ഫുൾ വീഡിയോ. മുമ്പിട്ട വീഡിയോ കാണാത്തവര് ഇപ്പം ആദ്യമായിട്ട് ഇതാണ് കാണുന്നതെങ്കിൽ അവിടെ പോയി തപ്പുണ്ടല്ലോ, അതുകൊണ്ട് ഞാനിത് ഫുൾ ആയിട്ട് തന്നെ ഇടുന്നത്. സോ നിങ്ങൾ ഇത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ യു ഗൈസ് ക്യാൻ സ്കിപ്പ് ദ ഫസ്റ്റ് പാർട്ട്. മറ്റേ അത്രയും ഡീറ്റെയിൽഡ് അല്ലെങ്കിലും ചെറിയ രീതിയിൽ ഞാൻ ഇതിലും മാർക്കിംഗ് ആൻഡ് കട്ടിങ് കാണിക്കുന്നുണ്ട്. ഡൗട്ട് ഉള്ളവർക്കാണെങ്കിൽ പ്രീവിയസ് വീഡിയോ റെഫർ ചെയ്യാം. ഈ സ്കേർട്ടും ടോപ്പും സ്റ്റിച്ച് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെഷർമെന്റ്സ് ആണ് ഇതൊക്കെ. ഇവയൊക്കെ എങ്ങനെ എടുക്കേണ്ടതെന്ന് ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മാർക്കിംഗ് ആൻഡ് കട്ടിങ്. ആദ്യം ടോപ്പിന്റെ മാർക്കിംഗ് ആൻഡ് കട്ടിങ് ആണ്. വേണ്ട അത്ര മെറ്റീരിയൽ ഞാൻ ആദ്യം വെട്ടിയെടുക്കുവാണ്. ഒരു 3.5 മീറ്റർ തുണി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ടിനും ബാക്കിനും അതുപോലെ തന്നെ സ്ലീവിനും എത്ര ക്ലോത്ത് ആണ് മുറിച്ചെടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ പിക്ചേഴ്സിൽ ഞാൻ കാണിക്കുന്നത്. ഫ്രണ്ട് പോർഷനാണ് ആദ്യം മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത്. നേരെ നടുക്ക് മടക്കി എടുത്തിരിക്കുകയാണ്. ഷോൾഡർ ടു ഷോൾഡർ മെഷർമെന്റ് ആദ്യം എടുത്തല്ലോ, അതിന്റെ നേരെ പകുതി വരുന്ന പോയിന്റ് മാർക്ക് ചെയ്യുക. എൻ്റെ കേസിൽ 14 ആയിരുന്നു ഷോൾഡർ, അപ്പോൾ അതിന്റെ പകുതി 7 ഞാൻ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാണ്. ഇനി ഇത് വി കഴുത്തായതുകൊണ്ട് തന്നെ വലിയ വിടർന്നല്ല, പക്ഷെ ഇറക്കമുണ്ട്. അതുകൊണ്ട് തന്നെ നെക്ക് വിഡ്ത്ത് ഞാൻ 3 ഇഞ്ചസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ടോട്ടൽ ഇപ്പൊ നോക്കുവാണെങ്കിൽ ഷോൾഡർ വിഡ്ത്ത് എടുത്തതിന്റെ ഉള്ളിൽ 3 ഇഞ്ചസ് നെക്കിനും 4 ഇഞ്ചസ് ആണ് ഷോൾഡറിനായിട്ട് പോയിരിക്കുന്നത്. അത്രയും വലിയ പരന്ന ഷോൾഡർ ആയിരിക്കില്ല. 2 സൈഡും മടക്കി അടിക്കുമ്പോൾ അത് ഇച്ചിരി ചെറുതായി പോയിക്കോളൂ. കഴുത്തിന് ഞാൻ എടുക്കുന്ന ഇറക്കം എന്ന് പറയുന്നത് 7 ആണ്. വി കഴുത്ത് ഒരല്പം ഇറങ്ങിയിരുന്ന രസമായിരിക്കും. മിനിമം ഒരു 6 ഇഞ്ചസ് എങ്കിലും ഇറങ്ങണം. 6 to 7 ഉള്ളിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഞാൻ മാർക്ക് ചെയ്യുന്നത് 7 ഇഞ്ചസിലാണ്. കഴുത്തിന്റെ ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ആദ്യം ഒരു റെക്ടാങ്കിൾ ആയിട്ട് വരയ്ക്കുകയാണ്. ഇനി ഇതിന്റെ ഉള്ളിൽ മാർക്ക് ചെയ്യാം. വേണി സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ഈ പ്രോപ്പർ വി ആയിട്ട് എടുക്കാം. എനിക്ക് ഇച്ചിരി കർവ്ഡ് വി ആണ് വേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വളഞ്ഞ് വരയ്ക്കുന്നത്. അടുത്തത് ആം ഹോളിന്റെ ലെങ്ത് മാർക്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ നേരത്തെ എടുത്തത് ഷോൾഡറിന് എടുത്തിരിക്കുന്ന മെഷർമെന്റ് ഉണ്ടായിരുന്നല്ലോ 7. ആം ഹോളിന്റെ ലെങ്ത്തും എപ്പോഴും ഓൾമോസ്റ്റ് ആ സെയിം ലെങ്ത് തന്നെ ആയിരിക്കും. ഇതെനിക്ക് അമ്മ പറഞ്ഞു തന്ന കണക്കാണ്. ഞാൻ എപ്പോഴും 7 തന്നെയാണ് അതുകൊണ്ട് എടുക്കുന്നത്. നമ്മുടെ തോളിൻ്റെ ചെറിയ ചെരുവുണ്ടല്ലോ, സോ അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ട് ഷോൾഡറിൽ ഒരു മാർക്ക് കൊടുക്കുക. എന്നിട്ട് ആ ചെരിഞ്ഞ കേവ് വരയ്ക്കുക. ടോട്ടൽ ലെങ്ത് 7 ആണെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ നേരെ നടുവിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. സോ നമ്മൾ ഇനി കേവ് വരയ്ക്കുന്ന സമയത്ത് തോള് മുതൽ ഈ മിഡ് പോയിന്റ് വരെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ടാണ് ഈ കേവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് ആം ഹോൾ എപ്പോഴും ഇച്ചിരി ഇറങ്ങിയിട്ടായിരിക്കണം, എന്നാലേ അധികം ചുളുക്കില്ലാണ്ടിരിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പം ഞാൻ വരച്ചതെന്ന് ഇച്ചിരി കൂടി കയറ്റി ഞാൻ വരയ്ക്കുകയാണ്. വിച്ച് മീൻസ് ഇപ്പോൾ 1.5 ഇഞ്ച് നേരത്തെ ചെരിച്ചെടുത്തതിന് പകരം ഇപ്പോൾ 1 ഇഞ്ചേ വരുന്നുള്ളൂ. ഇതുവരെ മാർക്ക് ചെയ്ത മെഷർമെന്റ്സ് ആണ് ഇതൊക്കെ. ഈ ടോപ്പിൽ പ്രിൻസസ് കട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി അതിന്റെ മാർക്കിംഗ് കാണാം. ആം ഹോളിന് നമ്മൾ വരച്ച ആ കേർവിൽ ഒരു 5 ഇഞ്ചസ് എത്തുമ്പോൾ ഒരു മാർക്ക് കൊടുക്കുക. അത് ഫസ്റ്റ് പോയിന്റ്. ബസ്റ്റ് പോയിന്റ് നിങ്ങൾ മെഷർ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതും മാർക്ക് ചെയ്യണം. ഷോൾഡർ 1/2 ഇഞ്ച് അടിച്ചു പോകുന്നതുകൊണ്ട് എത്രയാണോ ബസ്റ്റ് പോയിന്റ് വന്നിരിക്കുന്നത് അതിനേക്കാളും ഒരു 1/2 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്താലും മതി. അതേപോലെ തന്നെ ഈ സൈഡിൽ നിന്നുള്ള ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പൊ എത്രയാണോ നിങ്ങളുടെ പോയിന്റ് ടു പോയിന്റ് മെഷർമെന്റ് അതിന്റെ നേരെ പകുതി എടുക്കുക. എനിക്കത് 3 ഇഞ്ചസ് ആണ്. അപ്പൊ ഈ 3 ഇഞ്ചസും മേലെ നിന്നുള്ള 10.5 ഇഞ്ചസും കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റിലാണ് ബസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി ഈ പോയിന്റിൽ നിന്ന് താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കുക. താഴെ ഇടാൻ വേണ്ടിയിട്ടുള്ള ടക്കിന് വേണ്ടിയിട്ട് ഈ സ്ട്രെയിറ്റ് ലൈനിൽ 1 ഇഞ്ച് വിട്ട് 2 പോയിന്റ്സ് മാർക്ക് ചെയ്യാം. എന്നിട്ട് ബസ്റ്റ് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കണക്ഷൻസ് കൊടുക്കുക. അപ്പോൾ ബസ്റ്റ് പോയിന്റിൽ നിന്ന് ഇപ്പം നേരെ താഴേക്ക് 3 ലൈൻസ് ഉണ്ട്. ആദ്യം നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, പിന്നെ അവിടുന്ന് 1 ഇഞ്ച് വിട്ടൊരു ലൈൻ, അത് കഴിഞ്ഞ് വീണ്ടും 1 more ഇഞ്ച് വിട്ട് അടുത്ത ലൈൻ. ആദ്യം നമ്മൾ 5 ഇഞ്ചസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തല്ലോ, ആ പോയിന്റും ഈ ബസ്റ്റ് പോയിന്റും തമ്മിൽ കണക്ട് ചെയ്യുക. അത് ഈ നോർമലി പ്രിൻസസ് കട്ടിന് കാണുന്ന കർവ് ഉണ്ടല്ലോ, ആ രീതിയിൽ ഒരു വളഞ്ഞ വര വരയ്ക്കുക. ആം ഹോളിൽ വരച്ച ഈ 5 ഇഞ്ചസിന്റെ ഇടതും വലതുമായിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ട് ഓരോ പോയിന്റ്സ് മാർക്ക് ചെയ്യാണ്. എന്നിട്ട് ഈ പ്രിൻസസ് കട്ടിന്റെ ആ കേവ് ഉണ്ടല്ലോ അതിലേക്ക് ചെറിയ രീതിയിൽ ഇത് ജോയിൻ ചെയ്ത് കൊടുക്കുക. ആം ഹോളിന്റെ ചുളുക്ക് കുറയ്ക്കാൻ വേണ്ടിയുള്ള ടക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഈ പോയിന്റ്സ് മാർക്ക് ചെയ്തത്. നമുക്കിതിന് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കഴുത്തും
ആം ഹോളും ഷോൾഡറിന്റെ ആ ചെരുവും മാത്രമേ ഇപ്പോൾ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുന്നുള്ളൂ. സാധാരണ പ്രിൻസസ് കട്ട് ചെയ്യുന്ന പോലെ 3 പീസായി കട്ട് ചെയ്തിട്ടല്ല ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ സ്റ്റിച്ചിങ് പാർട്ട് വരുമ്പം ഇതിലെങ്ങനെ പ്രിൻസസ് കട്ട് ചെയ്യുന്നതെന്ന് കാണിക്കാം. നിങ്ങൾക്ക് ഓൾറെഡി പ്രിൻസസ് കട്ട് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, നിങ്ങൾക്ക് അറിയാവുന്ന രീതി ചെയ്തെടുക്കാം. പ്രിൻസസ് കട്ടിന്റെ ഈ മാർക്കിംഗ് എനിക്ക് 2 സൈഡിലും വേണമെന്നുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് ഡാർക്ക് ആയിട്ട് വരയ്ക്കുകയാണ്. ലൈനിങ് ആയതുകൊണ്ട് ഈസി ആയിട്ട് മറ്റേ സൈഡിലും ട്രേസ് ചെയ്തെടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ ട്രേസ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ നേരത്തെ മറ്റേടത്ത് മെഷർ ചെയ്ത പോലെ തന്നെ ഇപ്പറേ ഒന്ന് വരച്ചു വെച്ചാൽ മതി. ഈ ലൈനിങ് മെയിൻ ഫാബ്രിക്കിന്റെ മേലെ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുവാണ്. മെയിൻ ഫാബ്രിക് ഞാൻ അത്യാവശ്യം ഇച്ചിരി സ്പേസ് എല്ലാം വിട്ടിട്ടാണ് ചെയ്യുന്നത്. ബിക്കോസ് തയ്ച്ച് കഴിഞ്ഞിട്ട് ആവശ്യമില്ലാത്ത പാർട്ട് കട്ട് ചെയ്ത് റിമൂവ് ചെയ്താൽ മതി. ഓൾറെഡി പറഞ്ഞായിരുന്നു ഫ്രണ്ടും ബാക്കിൻ്റെയും ഞാൻ കട്ട് ചെയ്തെടുത്ത് സെപ്പറേറ്റ് ആണ്. ബാക്കിൽ 1 ഇഞ്ച് എക്സ്ട്രാ സിബിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. അതായത് മടക്കി കഴിയുമ്പോൾ 1 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് സിബ് അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ടാണ് ഈ സ്പേസ് ഇങ്ങനെ എക്സ്ട്രാ വിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലൈൻ ആദ്യം തന്നെ വരയ്ക്കുക. ഇവിടെ നിന്നാണ് ഇനി നമ്മൾ നമ്മുടെ മെഷർമെന്റ്സ് എടുക്കാൻ പോകുന്നത്. ഇവിടെ തൊട്ട് എടുക്കുമ്പോൾ ഫ്രണ്ടിനോട് സെയിം ആയിട്ട് എടുക്കാൻ പറ്റും. നേരത്തെ മാർക്ക് ചെയ്ത് സെയിം വിഡ്ത്ത് തന്നെ നെക്കിന് മാർക്ക് ചെയ്യുക. ഞാൻ നേരത്തെ 3 മാർക്ക് ചെയ്തുകൊണ്ട് വീണ്ടും 3 മാർക്ക് ചെയ്യുന്നു. നേരത്തെ ചെയ്തപോലെ തന്നെ ഷോൾഡർ മെഷർമെൻറ്റ് ഞാൻ മാർക്ക് ചെയ്യണം. എത്രയാണ് നിങ്ങളുടെ ടോട്ടൽ ഷോൾഡർ ടു ഷോൾഡർ മെഷർമെൻറ്റ്, അതിൻ്റെ നേരെ പകുതി മാർക്ക് ചെയ്യുക. കയറി കഴുത്താണ് ബാക്കിൽ, അതുകൊണ്ട് ജസ്റ്റ് 2 ഇഞ്ചസ് മാത്രമേ ഇറക്കം എടുക്കുന്നുള്ളൂ. സോ അവിടെ ഒരു ബോക്സ് പോലെ ക്രിയേറ്റ് ചെയ്ത് നന്നായി കർവ് ചെയ്ത് വരയ്ക്കുക. ആം ഹോൾ നേരത്തെ പോലെ സെയിം 7 ഇഞ്ചസ് താഴോട്ട് വരച്ചു. ഒരു ബോക്സ് പോലെ ആക്കിയിട്ട് ഇതിന്റെ കോർണറിന് 1.5 ഇഞ്ച് ഉള്ളിലേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. 7 ആണല്ലോ ടോട്ടൽ മെഷർമെന്റ്. അതിന്റെ നേരെ പകുതി എടുത്തിട്ട് ഹാഫ് ലെങ്ത് തൊട്ട് കർവ് ചെയ്ത് ആം ഹോൾ വരച്ചു കൊടുക്കുക. ഇതിൽ കട്ട് ചെയ്യാൻ പോകുന്നത് നെക്കും സ്ലീവും ഷോൾഡറിന്റെ ചെരുവും പിന്നെ നടുക്ക് നമ്മൾ സിബ് ആണല്ലോ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ നടുവിലൂടെ ഈ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കിന്റെ മേലെ വെച്ച് കട്ട് ചെയ്ത് എടുക്കാം. സ്ലീവിന്റെ കട്ടിങ് സിമ്പിൾ ആണ്, അതിൽ നമ്മൾ ലൈനിങ് യൂസ് ചെയ്യുന്നില്ല. സോ മെയിൻ ഫാബ്രിക്കിൽ തന്നെ ചെയ്യാം. നമ്മൾ ഈ മടങ്ങിയിരിക്കുന്ന ഈ പാർട്ടിൽ നിന്ന് ഒരു 2 ഇഞ്ച് വിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓപ്പൺ സൈഡിന്റെ അവിടുന്ന് 3 ഇഞ്ച് വിട്ട് താഴെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ 2 പോയിന്റ് കണക്ട് ചെയ്ത് ഞാനിങ്ങനെ റാൻഡം ആയിട്ടൊരു കർവായിട്ട് വരച്ചെടുക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാം കേട്ടോ. സോ ഇങ്ങനെ കർവ് ചെയ്ത് വരയ്ക്കുകയാണ്. ലെങ്ത് എത്രയാണോ എടുത്തിരിക്കുന്നത് അത് കട്ട് ചെയ്യുക. അതേപോലെ തന്നെ ആം ഹോളും കട്ട് ചെയ്യുക. 2 കൈൻ്റെയും ഒരുമിച്ചാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സൈഡിലുള്ള കണക്ഷനും കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. 2 സ്ലീവിൻ്റെയും ഫ്രണ്ട് സൈഡിൽ ഒരല്പം കയറ്റി മുറിക്കുകയാണ്. ഏകദേശം ഒരു 1/4 ഇഞ്ച് കയറ്റി ഒരു കർവ് വരച്ചിട്ട് ജസ്റ്റ് അത് കട്ട് ചെയ്ത് റിമൂവ് ചെയ്താൽ മതി. കട്ട് ചെയ്ത പാർട്ട് മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക 2 സ്ലീവിലും ഫ്രണ്ട് പാർട്ട് ഏതാണെന്ന്. കട്ടിംഗ് പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ട് പാർട്ട് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രണ്ടിന്റെ ലൈനിങ്ങും അതുപോലെ മെയിൻ പീസിന്റെയും ഗുഡ് സൈസ് ഫേസ് ചെയ്ത് വെക്കുക. അതായത് നമ്മുടെ മെയിൻ ഫാബ്രിക്കിന്റെ പുറമേ കാണേണ്ട വശം അകത്ത് വരുന്ന രീതിയിലാണ് ലൈനിങ്ങിന്റെ മേലെ വെക്കേണ്ടത്. ലൈനിങ്ങിന്റെ ഗുഡ് പീസ് ആയിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് 2 സൈഡിലും മാർക്കിംഗ് വരുന്ന പാർട്ടാണ്. കഴുത്താണ് ആദ്യം നമ്മൾ തയ്ക്കാൻ പോകുന്നത്. കഴുത്തിന് ഇവിടെ വേറെ ക്ലോത്ത് വെച്ച് മടക്കി അടിക്കുകയല്ല, നേരെ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് തയ്ച്ചെടുക്കണം. ഞാൻ ഈ വരയ്ക്കുന്ന ഈ ലൈനിലൂടെയാണ് തയ്ക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ആ ലൈൻ ഏതാന്ന് വരയ്ക്കുന്നത്. ഒരു 1/4 തൊട്ട് 1/2 ഇഞ്ച് വരെ വിട്ട് ഈ ലൈൻ വരയ്ക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ഒരു 1/4 ഇഞ്ച് വിട്ടാണ് ഈ നെക്ക് വരയ്ക്കുന്നത്. സെയിം തിങ് ഞാൻ ബാക്ക് പീസിലും റിപ്പീറ്റ് ചെയ്യാണ്. സോ ഫ്രണ്ടിന്റെയും ബാക്കിന്റെയും നെക്ക് പാർട്ടാണ് ആദ്യം റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. മെയിൻ ഫാബ്രിക് മുറിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ റഫ് ആയിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. തയ്ച്ച് കഴിഞ്ഞ് കറക്റ്റ് ആയിട്ട് വെട്ടിയെടുക്കാമല്ലോ. നേരത്തെ വരച്ചെടുത്ത ആ ലൈനിലൂടെ ഇപ്പൊ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇനി മെയിൻ ഫാബ്രിക് കറക്റ്റ് കഴുത്തിന്റെ ഷേപ്പിൽ മുറിച്ചെടുത്തിട്ട് മറിച്ചെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെറിയ കട്ടിങ്സ് കൊടുക്കുകയാണ്. ഇത് മറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അത്ര ഒതുങ്ങിയിരിക്കാത്ത ക്ലോത്ത് ആണെങ്കിൽ ഇതിന്റെ മേലെ ഭാഗത്തൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. മെയിൻ ഫാബ്രിക്കിന്റെ സെയിം കളർ ത്രെഡ് യൂസ് ചെയ്ത്. എനിക്കിതിൽ മേലെ അടുപ്പ് കാണണമെന്ന് ആഗ്രഹം ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ഇൻസ്റ്റെഡ് നന്നായിട്ട് അയൺ ചെയ്തെടുക്കുകയാണ് അപ്പം തന്നെ. ഈ സെയിം സാധനം ബാക്ക് കഴുത്തിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്.
ഫ്രണ്ട് പാർട്ടിൽ പ്രിൻസസ് കട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വരച്ച് കാണിക്കുന്ന ഈ ലൈനില്ലേ, ഈ ലൈനിലൂടെ ആദ്യം ഒരു അടിപ്പ് കൊടുക്കാൻ പോവാണ്. മേലെയും താഴെയുള്ള ടക്കിൻ്റെ നടുവിലെ ലൈന് അത് കണക്ട് ചെയ്തിട്ടുള്ള ആ വരയിലൂടെ ഒരു അടിപ്പ് കൊടുക്കുകയാണ്. എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും തമ്മിൽ തെന്നി മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുള്ളതാണിത്. നിങ്ങൾക്ക് ഇതിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ആ പിങ്ക് ലൈൻ ഞാൻ ആ നടുവിലൂടെ കണക്ട് ചെയ്താണ് തയ്ച്ചെടുത്തിരിക്കുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് മെയിൻ ഫാബ്രിക് ഒന്ന് വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കുവാണ്. ഞാൻ സ്ലീവ് റഫായിട്ടാണല്ലോ ഞാൻ ആദ്യം മുറിച്ചെടുത്തത്. സോ മെയിൻ ഫാബ്രിക്കിൽ ആം ഹോളിൻ്റെ പാർട്ടൊക്കെ നല്ല നീറ്റാക്കി എടുക്കുവാണ്. ഇനി ഈ ടക്കുകളുടെ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള ലൈൻസ് ഒരേപോലെ വരുന്ന രീതിയിൽ ഇതിനെ മടക്കുക. അപ്പം നമ്മൾ തയ്ച്ച അടുപ്പില്ലേ, അത് സെൻറ്റർ ലൈനായിട്ട് വെച്ചിട്ട് ഈ തുണീനെ നമ്മൾ മടക്കാൻ പോവാണ്. ഇത് ഒറ്റയടിക്ക് മൊത്തം മടക്കിയെടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഇതൊരു കേർവ് ആണ്. സോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൈ കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്ത് ആ കേർവ് വരുന്ന രീതിയിൽ ഒന്ന് തയ്ച്ചെടുത്താൽ മതി. തയ്ക്കുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത് ഓൾറെഡി നമ്മൾ വരച്ചിരിക്കുന്ന ആ മാർക്കാണ്. കേൾക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നിയേക്കാം, പക്ഷെ നിങ്ങൾ ഒരു തവണ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇനി ഇത് തീരെ മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ നിങ്ങൾ എങ്ങനെയാണ് പ്രിൻസസ് കട്ട് മെത്തേഡ് ചെയ്യുന്നത് അങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ കാണിക്കുന്ന പോലെ നിർത്തി നിർത്തി ചെയ്താലേ അത് നല്ല വൃത്തിയായിട്ട് കിട്ടത്തുള്ളൂ. ഓൾറെഡി അടിപ്പ് അവിടെ ഉള്ളതുകൊണ്ട് നമുക്കത് മടക്കി വെക്കാൻ എളുപ്പമുണ്ട്. ഇനി പുറത്തൂടെ കാണുന്ന ആ ടക്കിൻ്റെ ലൈനിലൂടെ വരിക. സ്ലീവിൻ്റെ അവിടുത്തെ ടക്ക് തീരുമ്പോഴത്തേക്കും പിന്നെ നമ്മളവിടെ പുറത്തേക്ക് വരച്ചിട്ടില്ലല്ലോ, അപ്പോൾ ജസ്റ്റ് ആ ലൈനിനോട് ചേർത്ത് തന്നെ ഒന്ന് അടിച്ച് താഴത്തെ ആ വലിയ ടക്കിലേക്ക് എത്തുന്ന പോലെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ മെല്ലെ മെല്ലെ നിർത്തി ആ കേവ് നിർത്തി ചെയ്താലേ കറക്റ്റ് ആ കേവിൻ്റെ ഷേപ്പ് കിട്ടത്തുള്ളൂ. മെഷീൻ്റെ റിവ്യൂ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. ഒരു മെഷീൻസ് യൂസ് ചെയ്ത് പരിചയമില്ല, ഇതിൽ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഈസി ആയിട്ട് തോന്നി, ഭയങ്കര സ്മൂത്താണ്. ഇതിൽ ഓട്ടോ ട്രിം ആണ് ഇതിൻ്റെ ഒരു ഫീച്ചർ. ഓട്ടോ ട്രിം ഇപ്പോൾ ഇതിൽ വർക്ക് ചെയ്തു, പക്ഷേ എപ്പോഴും ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. കാരണം ഓരോ തവണ കട്ട് ചെയ്യുമ്പോഴും നൂല് തിരിച്ച് കയറി പോകുന്നുണ്ട്, അപ്പോൾ വീണ്ടും സൂചിയിലൂടെ കോർക്കേണ്ടി വരുന്നുണ്ട്. ബാക്കിയെല്ലാം ഭയങ്കര സ്മൂത്താണ്. ചെയ്ത് കഴിയുമ്പം ഇതിങ്ങനെ നോർമലി പ്രിൻസസ് കട്ട് ചെയ്ത ലുക്ക് തന്നെയാണ്. ഒള്ളി ഡിഫറൻസസ് അകത്ത് നമ്മൾ മുറിച്ച് കളയുന്നില്ല, ടക്ക് ഉള്ളിൽ തന്നെ ഉണ്ടാവുമെന്ന് മാത്രം. ഇനി ഫ്രണ്ട് പാർട്ടിൻ്റെയും ബാക്ക് പാർട്ടിൻ്റെയും ഷോൾഡേഴ്സ് നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ്. ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഈ അടുപ്പ് പുറത്ത് വരാത്ത രീതിയിൽ ചെയ്യുന്ന ടെക്നിക്കാണ്. അത് അത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ ബിഗിനേഴ്സ് ആണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ നോർമലായിട്ട് സാധാരണ നിങ്ങൾ ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ മതി. ഇൻ കേസ് ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഒരു വീഡിയോയിൽ ചെയ്യാം. മറിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ആ കോർണറിലുള്ള പാർട്ട് ഒന്ന് കട്ട് ചെയ്ത് കളയാം, സോ ദാറ്റ് അവിടെ നല്ല നീറ്റായിട്ട് കിട്ടും. ബേസിക് ആയിട്ട് എല്ലാ ടോപ്പിലും ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഒത്തിരി ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതിൽ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്ലീവിന് വേണ്ടി മുറിച്ച് വെച്ചിരിക്കുന്നത് ആം ഹോളിലേക്ക് അറ്റാച്ച് ചെയ്യലാണ്. സോ നമ്മൾ ഓൾറെഡി നേരത്തെ സ്ലീവിൻ്റെ ഫ്രണ്ട് സൈഡ് ഒരല്പം കയറ്റി മുറിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ മാർക്ക് ചെയ്ത സ്ഥലം നോക്കിയിട്ട് വെക്കാൻ ശ്രദ്ധിക്കണം. ആ ഫ്രണ്ടിൽ നിന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ടോപ്പിൻ്റെ ആം ഹോൾ പാർട്ടിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ വരുന്ന രീതിയിൽ വെക്കണം. രണ്ടിൻ്റെയും മിഡിൽ പോർഷൻ ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് സൈഡിൽ നിന്ന് അത് അറ്റാച്ച് ചെയ്ത് തുടങ്ങിയാൽ മതി. സ്ലീവ് നമ്മൾ അധികം കട്ടൊന്നും ചെയ്തിട്ടില്ല, ബിക്കോസ് അടിയിൽ എലാസ്റ്റിക് ആണ് വരാൻ പോകുന്നത്. ഉള്ളിൽ വെച്ചിട്ട് സ്ലീവ് കൂട്ടി തയ്ക്കുക. അടിഭാഗത്ത് എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് മടക്കി ഒരു അടിപ്പടിച്ചിട്ട് ഉള്ളിൽ എലാസ്റ്റിക് കയറ്റിയാൽ മതി. ടോപ്പ് പാകത്തിനാക്കി സൈഡ് അടിച്ച് അടിഭാഗം മടക്കി അടിച്ച് സിബും കൂടി ചെയ്താൽ പണി തീർന്നു. അതെല്ലാം ഞാൻ ഇതിൽ എടുത്തിട്ടില്ല. അത്യാവശ്യം എല്ലാവർക്കും അത് ചെയ്യാൻ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ടോപ്പിന്റെ പരിപാടി ഇതോടെ തീർന്നു. ഇനി നെക്സ്റ്റ് സ്കേർട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഒരു നോർമൽ അംബ്രല്ല സ്കേർട്ടാണ് വിത്ത് എ സൈഡ്സ്. സ്കേർട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിന് നടുവേ മടക്കണം. പിക്ചറിൽ കാണിച്ച പോലെയാണ് ഇത് മടക്കിയെടുക്കുന്നത്. അതായത് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനേക്കാളും ഒരു 10 ഇഞ്ച് കൂടുതൽ വെച്ചിട്ട് വേണം നടുവേ മടക്കാൻ. സോ അങ്ങനെ ഒന്ന് നടുവേ മടക്കിയെടുത്തതിന് ശേഷം ഇനി ഇത് കോണായിട്ട് മടക്കിയെടുക്കണം. അതായത് കോർണേഴ്സ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ മടക്കിയെടുക്കണം. ഈ ക്ലോത്ത് 4ആയിട്ടാണല്ലോ മടക്കിയിരിക്കുന്നത്, വിച്ച് മീൻസ് അരേൻ്റെ 4/1 ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം എത്രയാണോ 4/1 അതിനേക്കാളും 1 ഇഞ്ചും കൂടി എക്സ്ട്രാ എടുക്കുന്നുണ്ട്. ഈ കേസിൽ നമുക്ക് 28 ആണ് ഫൈനൽ വേസ്റ്റ് സൈസ്. 28/4 7 ആണ് 4/1 ആക്കി എടുക്കുമ്പം അര വരുന്നത്. അതിനേക്കാളും 1 ഇഞ്ച് കൂട്ടി 8 ഇഞ്ച് വരുന്ന രീതിയിലാണ് അര നമ്മളിപ്പോൾ മുറിച്ചെടുക്കാൻ പോകുന്നത്. ഈ സ്കേർട്ടിന് ഓൾറെഡി ഒരു 2 ഇഞ്ചിന്റെ പടി അരയിൽ വരുന്നുണ്ട്. അപ്പൊ ടോട്ടൽ സ്കേർട്ടിന്റെ ഇറക്കം എന്ന് പറഞ്ഞാൽ
2 ഇഞ്ചസ് മേലെ ബാക്കിയാണ് താഴേക്ക് വരുന്നത്. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് ആയിട്ട് തന്നെയാണ് എടുക്കാൻ പോകുന്നത്. ബിക്കോസ് താഴെ ഭാഗത്ത് മടക്കി അടിക്കാൻ ഒരു 1.5 ഇഞ്ചും മേലെ ഭാഗത്ത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ചും, അങ്ങനെ ടോട്ടൽ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ വേണം. വിച്ച് മീൻസ് അവസാനം എത്രയാണോ സ്കേർട്ടിന് വേണ്ട ലെങ്ത് ആ ലെങ്ത് തന്നെയാണ് എടുക്കുന്നത്. സോ ഈ കേസിൽ നമുക്ക് വേണ്ട ലെങ്ത് എന്ന് പറയുന്നത് 29 ആണ്. ആൻഡ് ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. ഫുൾ സ്കേർട്ട് ചെയ്യുന്ന സമയത്ത് അരഭാഗം നോക്കിയാൽ കാണാം എൻ്റെ പാർട്ട് ഇച്ചിരി ഇറങ്ങിയിരിക്കും, അതായത് ഒരു വി ഷേപ്പ് പോലെയാണ്. ആ വി ഷേപ്പ് ഫ്രണ്ടിലും ബാക്കിലും വരുന്ന പോലെ ആകാൻ ശ്രദ്ധിക്കണം. ഈ സ്കേർട്ട് നമ്മൾ ലൈനിങ് വയ്ക്കുന്നുണ്ട്, അപ്പം ലൈനിങ് പോർഷനും കൂടി കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ലൈനിങ്ങിന്റെ മെഷർമെന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഇത് നമ്മൾ അംബ്രല സ്കേർട്ട് പോലെയല്ല കട്ട് ചെയ്തെടുക്കുന്നത്, നോർമലായിട്ട് കുറച്ച് ഞൊറികൾ കൊടുക്കുകയാണ് അരയിൽ, സോ ദാറ്റ് ആവശ്യത്തിന് വിട്ടുണ്ട്. അപ്പം അതിനു വേണ്ടി ഇങ്ങനെയാണ് നമ്മൾ ടക്കുകൾ കൊടുത്തിരിക്കുന്നത്. അരയിൽ ഒരു 2 ഇഞ്ച് വരുന്ന ഒരു ബാൻഡ് കൊടുക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. അതിന് ആവശ്യമായിട്ടുള്ള മെഷർമെന്റ്സ് ആണിത്. ഈ ക്ലോത്തിന് നമ്മൾ നടുവേ മടക്കുവാണ്. 1/2 ഇഞ്ച് ബോട്ടം പാർട്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവാണ്. സോ ഫൈനലി ഒരു 2 ഇഞ്ചസേ ബാക്കി ഉണ്ടാവുള്ളൂ. ഇരിക്കാൻ വേണ്ടി ഇതിന്റെ ഉള്ളിൽ ക്യാൻവാസ് വെച്ചിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ സ്റ്റിച്ചിങ് വളരെ സിമ്പിൾ ആണ്. ആദ്യം സ്കേർട്ടിന്റെ ഫ്രണ്ടും ബാക്കും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്യുക, സ്കേർട്ടിന്റെ താഴെഭാഗം മടക്കി അടിക്കുക, എന്നിട്ട് അതിന്റെ പടി അറ്റാച്ച് ചെയ്യുക, എന്നിട്ട് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒരു സൈഡ് ഒരുമിച്ച് അടിക്കുക, മറ്റേ സൈഡിൽ സിബ് അറ്റാച്ച് ചെയ്ത് ബാക്കിയും കൂട്ടി അടിക്കുക. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതിൽ, ബട്ട് സ്റ്റിൽ ഇത് കണ്ട് മനസ്സിലാക്കി ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ പ്ലീസ് ടു ലെറ്റ് മീ നോ. Thank you so much for watching. Until next time. Bye bye.